दर्शितं येन तस्मै श्री गुरवे नमः। सकृद्दर्शनमात्रेण सर्वसङ्कटनाशकं सदाचारसमाकारं वन्देऽहं मम सद्गुरुं। ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു രാധാകൃഷ്ണ യുഗളമൂർത്തിയുടെ അതേ പ്രതിരൂപമായി നവദ്വീപിൽ അവതാരം ചെയ്തു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ളത് രാധാമന്ത്രമാണ്. ഇത് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചത് ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവാണ്. അദ്ദേഹത്തിൻ്റെ തുടർച്ചയായി കേരളത്തിലെ പാറശാല നമുക്ക് വേണ്ടി കൊടിവിളാകത്തിൽ അവതരിച്ച നാമാവതര മൂർത്തിയാണ് ശ്രീ അഭേദാനന്ദ സ്വാമി തിരുവികൾ. അദ്ദേഹം തൻ്റെ ഗുരുസേവ തെളിയിക്കുന്നതിനായി പന്മന ആശ്രമത്തിൽ സമാധിയിൽ ശിവരൂപമായി നമുക്കിന്നും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചട്ടമ്പിസ്വാമിയുടെ ആ ക്ഷേത്രത്തിലെ ആരതിയിൽ നിന്നും പകർന്നു കിട്ടിയ ദീപത്തെ ഈ ആശ്രമത്തിൽ നമുക്ക് വേണ്ടി ലോകശാന്തിക്ക് വേണ്ടി പ്രജ്വലിപ്പിച്ചിട്ട് ഇന്നിപ്പോൾ 70 വർഷം തികയുന്നു. നാമത്തിൻ്റെ മഹത്വം അവർണ്ണനീയമാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കുവാനോ അതിൽ കേട്ട് മനസ്സിലാക്കാനോ സാധിക്കാത്തതാണ്. എന്തുകൊണ്ടെന്നാൽ അനുഭവജന്യമാണ്. നാമങ്ങൾ ഋഷീശ്വരന്മാർ കണ്ട് മനസ്സിലാക്കി അറിഞ്ഞ് അനുഭവിച്ചിട്ടാണ് നമുക്ക് ഓരോ നാമങ്ങൾ തന്നിരിക്കുന്നത്. അതിൻ്റെ ശക്തി എന്നുള്ളത് പ്രാപഞ്ചികമായിട്ടുള്ള ജന്മജന്മാന്തരങ്ങളിലുള്ള ദോഷങ്ങൾ പോലും തീർക്കുമെന്ന് ഇവിടെ അടുത്ത് ഗുരുവായൂരിലെ 2 പ്രമുഖ ഭക്തർ തെളിയിച്ചു കഴിഞ്ഞു. ഒന്ന് വില്യമംഗല സ്വാമിയാണ്, ഒന്ന് കുറൂരമ്മയാണ്. അവിടെ ഒരാൾക്ക് ആഹാരം കഴിക്കാൻ സാധിക്കില്ലായിരുന്നു. എന്ത് കഴിച്ചാലും വയറ്റിൽ നിന്ന് എരിഞ്ഞു കയറും. അതുകൊണ്ട് അദ്ദേഹം എത്രയും നാളുകൊണ്ട് ആഹാരം കഴിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ആരോ പറഞ്ഞു കൊടുത്തു, വില്യമംഗല സ്വാമി എടുത്ത് പോയി പറഞ്ഞാൽ അദ്ദേഹം നിൻ്റെ ഈ ദുഃഖം മാറ്റിത്തരുന്നു. വില്യമംഗലത്തിനുള്ളൊരു മഹത്വം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പൂജിക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിന് മുമ്പിൽ പ്രകടമാണ്. അപ്പോൾ ഗുരുവായൂരപ്പനത്തിൽ തൻ്റെ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ വില്യമംഗലത്തിൽ ഇദ്ദേഹം തൻ്റെ പ്രയാസം പറയുകയും വില്യമംഗലം പൂജിച്ചു തുടങ്ങിയപ്പോൾ ഗുരുവായൂരപ്പൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു പ്രാർത്ഥനയുണ്ട്, എൻ്റെ കാര്യമല്ല, ഇതാ വീട്ടിന് മുന്നിലായിട്ട് ഒരാളിരിക്കുന്നു, ഒരാഴ്ച കൂടെ അദ്ദേഹം ആഹാരം കഴിച്ചിട്ട് കഴിക്കാൻ പറ്റണില്ല, അത് ഭയങ്കര പ്രയാസമാണ്, അതിനെന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ എന്ന് കേട്ടു. ചിരിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ പറഞ്ഞു, അത് അവൻ്റെ പ്രാരാബ്ധമാണ്, പ്രാരാബ്ധം മാറ്റാനൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല, അത് അവൻ അനുഭവിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, പ്രാരാബ്ധമാണ്, വേറെ ആണെങ്കിൽ ഞാൻ മാറ്റി കൊടുക്കാം, പ്രാരാബ്ധം അവരവർ ചെയ്യുന്ന പ്രാരാബ്ധങ്ങൾ അവരവർ അനുഭവിച്ചേ പറ്റൂ, അത് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുപോലെ വില്യമംഗലം എന്ന് പറയുകയും അദ്ദേഹത്തിന് വലിയ പ്രയാസം, എന്തോ വലിയ ആകാംക്ഷയിലാണ് ഇരുന്നത്. പക്ഷെ വന്ന് നേരെ തിരിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് വലിയ പ്രയാസത്തിൽ ഇദ്ദേഹത്തെ പഴിചാരിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു വിട്ട ആൾ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. എന്ത് പറഞ്ഞു എന്ന് കേട്ട്, എന്ത് പറയാൻ, എൻ്റെ പ്രാരാധന ഇത് ഒരിക്കലും അവസാനിക്കില്ല, ഞാൻ അനുഭവിച്ചാലേ തീരുള്ളൂ എന്നാണ് വില്യമംഗല സ്വാമിയാർ അരുളി ചെയ്തത്, ഗുരുവായൂരപ്പൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു പരീക്ഷണം ഇവിടെ നടത്താം, കാരണം ഇവിടെ അടുത്ത് കുറൂരമ്മയുണ്ട്, അമ്മയുടെ അടുത്തൂടെ ചെല്ലുക. ഇപ്പോൾ ഗുരുവായൂരപ്പൻ മാറ്റില്ല എന്നല്ലേ പറഞ്ഞേ, അമ്മ എന്ത് പറയുന്നു എന്നറിയാം. അങ്ങനെ ഇദ്ദേഹത്തിന് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും പറഞ്ഞു കൊടുത്താണ്ട പ്രേരണ മുഖാന്തരം വില്യമംഗലത്തിൻ്റെ അവിടെ നിന്ന് നേരെ കുറൂരമ്മയുടെ മഠത്തിലെത്തിയപ്പോൾ അമ്മ ആര് ചെന്നാലും ഉടനെ വലിയ കാര്യത്തിൽ സ്വീകരിക്കും. കാരണം അമ്മയ്ക്ക് സ്വീകരിക്കുന്നതിന് കൂടെ ഒരു കൊച്ചു കുഞ്ഞ് നിൽപ്പുണ്ട്. കൊച്ചു കുഞ്ഞെന്ന് പറഞ്ഞാൽ ഗുരുകുലത്തിൽ നിന്ന് മാറുന്ന സമയത്ത് നിനക്ക് എന്താണ് വേണ്ടതെന്ന് ഗുരു ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത്, യശോദാദേവി കൃഷ്ണനെ താലോലിച്ച പോലെ എനിക്കും കിട്ടണമെന്നാണ്. അത് തഥാസ്തു എന്ന് ഗുരു അനുഗ്രഹിച്ചു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക, ഗുരുനാഥന്മാരെടുത്ത് പോയി നമ്മൾ വല്ലതും പറയുമ്പോൾ അങ്ങേ അറ്റത്തെ കാര്യമേ ചോദിക്കാം, കാരണം അത് അതുപോലെ കിട്ടും. അങ്ങനെ അമ്മയ്ക്ക് കൊച്ചു കുഞ്ഞിനായിട്ട് ഗുരുവായൂരപ്പൻ കൂടെ ഓടിക്കളിച്ച് നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിർത്തുകൊണ്ടാണ് ഇദ്ദേഹം ചെന്ന് തൻ്റെ കാര്യം പറഞ്ഞു. ഇങ്ങനെ ഗുരുവായൂരപ്പൻ്റെ അവിടെ പോയി പ്രാർത്ഥിച്ചു. വില്യമംഗല സ്വാമിയോട് പറഞ്ഞു, പ്രാരാബ്ധമാണ്, ആഹാരം കഴിക്കാൻ പറ്റില്ല, 1-2 ആഴ്ചയായിട്ട് ആഹാരം കഴിച്ചിട്ട് വളരെ കഷ്ടപ്പെടുന്നു, അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് കേട്ട്.
അതെന്താ ഇത്രയും നിങ്ങൾ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അതിനെന്ത് ഉണ്ണീന്ന് വിളിച്ചു. പിന്നെ ഉച്ചുണ്ണി ഓടി വന്നു. എന്ത് ചെയ്യുന്നതായിട്ട് അകത്തുനിന്ന് ആഹാരം എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അകത്ത് അവർ നേദിച്ചൊക്കെ വെച്ചത് പ്രസാദമുണ്ട്. പ്രസാദം കൊണ്ടുവന്നു. കണ്ടപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഭയങ്കര ആർത്തി. കാരണം ഇത്രയും നാൾ കഴിക്കാതിരുന്ന് കണ്ടതിൻ്റെ ആ ഒരു ആർത്തി പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല. അപ്പം ഞാൻ കഴിക്കട്ടോ എന്ന് കേട്ടപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞ് കഴിക്കാൻ വരട്ടെ, പക്ഷെ അതിനു മുമ്പ് നീ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഓരോ ഉരുള ഉരുട്ടുമ്പോഴും കഴിക്കുമ്പോഴും അച്യുതാനന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞ് കഴിച്ചു നോക്കൂ ഉണ്ണി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് കഴിക്കുകയും ഒരു ഉരുള കഴിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്തോ നിധി കിട്ടിയ പോലെയുണ്ട്. കാരണം പ്രയാസമില്ല. രണ്ടാമത്തെ ഉരുള വാരി കഴിക്കുകയാണ്. പക്ഷേ കഴിക്കുമ്പോഴൊക്കെ അച്യുതാനന്ദ ഗോവിന്ദ 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 എന്ന് പറഞ്ഞ് കഴിച്ച് അദ്ദേഹത്തിന് അവിടെ നിന്ന് എഴിക്കാനൊടുക്കം കൊണ്ടുവന്ന ആൾ പിടിച്ചെഴുപ്പിച്ചു വലിയ സന്തോഷമായി. രണ്ടുപേരും കൂടെ അമ്മയെ വീട് നമസ്കരിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി. വലിയ സന്തോഷത്തിൽ ഇറങ്ങിയെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ചെറിയൊരു വിരോധം ഉണ്ടായി വില്ലുമംഗല സ്വാമിയോട്. സ്വാമിയെങ്കിലും എന്നെ പറഞ്ഞിങ്ങനെ പറ്റിച്ചല്ലോ, ഗുരുവായൂർ പറഞ്ഞ് പ്രാരാബ്ദം മാറില്ല എന്നല്ലേ പറഞ്ഞത്, നമുക്ക് അവിടെ തന്നെ സ്വാമിയോടൊന്ന് ചോദിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നേരെ വിളിച്ചുകൊണ്ട് വന്ന് കഥകിൻ്റെ അവിടെ എത്തിയപ്പോഴേ വില്ലുമംഗല സ്വാമിയെ അവർ പറയാവുന്ന ഭാഷയിൽ അഷ്ടോത്തരങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. ഇതേത് സ്വാമിയാണ് ചുമ്മാ നമ്മളെ പറ്റിക്കുന്നു, ജനങ്ങളെ പറ്റിക്കുന്നു, പറഞ്ഞതല്ലേ എന്നിട്ട് വലിയ സ്വാമി ശബ്ദം കേട്ട് ഇറങ്ങി വന്നു. എന്ത് കേട്ടോ ഇപ്പം ഞാൻ നിൽക്കുന്ന കണ്ടോ എന്നിട്ട് നിനക്ക് ഇത്ര ആരോഗ്യം ഇവിടെ നിന്ന് കിട്ടിയെന്നിട്ട് പറഞ്ഞു എന്താണ് നിങ്ങൾ പറഞ്ഞതെന്നായിട്ട്. അത് ഗുരുവായൂരപ്പൻ പറഞ്ഞത് എന്താ പ്രാരാബ്ദം അനുഭവിച്ചാലേ തീരുള്ളൂ, ഇപ്പോഴും തീരൂല എന്നല്ലേ പറഞ്ഞത്. ഞാൻ എന്താ അരമണിക്കൂർ കൊണ്ട് പ്രാരാബ്ദം മാറ്റിയിട്ട് വന്നിരിക്കുന്നു. അതെന്താ അതിശയം, ഇങ്ങനെ ഒരു അതിശയമോ? ഗുരുവായൂരപ്പൻ എന്നെ പറഞ്ഞ് പറ്റിക്കില്ലല്ലോ, പിന്നെ എന്താ ഇങ്ങനെ ആയതെന്ന് കേട്ടോ പറഞ്ഞ് താൻ കള്ളസ്വാമിയാണ്, ചുമ്മാ പറഞ്ഞ് പറ്റിക്കുക ജനങ്ങളെ. അമ്മയുടെ അവിടെ ചെന്ന് കുറൂരമ്മയുടെ ചെന്നു. അമ്മയാണ് യഥാർത്ഥ ഭക്ത. കാരണം അമ്മ കൊണ്ട് പ്രസാദം നേദിച്ച പ്രസാദം കൊണ്ട് തന്ന് ഞാൻ എന്താ ഒരു ഉരുളി, അതൊക്കെ ഉരുളി എന്നൊക്കെ നമ്മുടെ ഇന്നത്തെ ഉരുളിയല്ല. അപ്പോൾ ആ ഒരു ഉരുളി ആഹാരം ഞാൻ കഴിച്ച് എനിക്ക് ഒരാഴ്ചത്തേക്കുള്ളതിനേക്കാളും കൂടുതൽ ആരോഗ്യം ഇപ്പോൾ കിട്ടുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തോടെ പൂജ നിർത്തിയിട്ട് സ്വാമി മഠത്തിൽ ചുമ്മാ ഇരുന്നാൽ മതി എന്ന് വരെ അദ്ദേഹം പറഞ്ഞിട്ട് അവർ ദേശത്തിലിറങ്ങിയപ്പോൾ വില്ലുമംഗലത്തിന് എന്തോ അതൊരു പോരായ്മയായിട്ട് തോന്നി. അദ്ദേഹം പൂജയ്ക്ക് കയറി. എന്തൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ ഇപ്പോൾ പൂജയ്ക്ക് ഇരുന്നപ്പോഴേ ഗുരുവായൂരപ്പൻ സന്തോഷവാനായിട്ട് വന്നിരുന്നു. എന്ത് കാരണം അദ്ദേഹത്തിന് അതേ അറിയാവും. പീതാംബരം കരവിരാജ ശംഖചക്ര കൗമോദഗീതർസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദിഭാവയാമി. ചിരി കാണണമെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ചിരി തന്നെ കാണണം. അപ്പോൾ ആ ചിരിയോടുകൂടി വന്നിരുന്നപ്പോൾ വലിയ ഇങ്ങനെ ചുമ്മാ ചിരിച്ചാൽ മതിയാണ്. എന്താണ് എന്നെ പറഞ്ഞ് പറ്റിച്ചില്ല, ആളുകളുമ്പോൾ എന്നെ മാനം കെടുത്തിയില്ലേന്നായിട്ട്. എന്ത് പറ്റിയെന്നായിട്ട്. അദ്ദേഹത്തിനൊന്നും അറിയില്ല. അവിടെ നല്ല പറഞ്ഞത്. നേരത്തെ ഒരു പയ്യൻ്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പ്രാരാബ്ദമാണ്, മാറൂല എന്ന്. പിന്നെ അത് മാറൂല, അത് അവൻ തന്നെ അനുഭവിക്കണം. ചുമ്മാ എന്നെ പറഞ്ഞ് പറ്റിക്കരുത്. കാരണം അതിന് ഇതുപോലെ ചെന്ന് പറഞ്ഞ് ഞാൻ മാനം കേട്ടു. ഇങ്ങനെ മാനം കേട്ടത് അത് അവർ നേരെ കുറൂരമ്മയോട് ചെന്നപ്പോൾ അവർ നേദിച്ച ഒരു ഉരുളി ചോറ് കൊണ്ടുകൊടുത്ത് ഒരാഴ്ചത്തെ ആഹാരം അവൻ ഒരുമിച്ച് കഴിച്ചിരിക്കുന്നു. എന്നിട്ട് എൻ്റെ അടുത്തൊന്ന് ചോദിച്ചിട്ടും കൂടെ പോയി. ഇപ്പോഴാണ് ഗുരുവായൂരപ്പൻ ചിരിച്ചോണ്ട് പറഞ്ഞത് അത് ശരിയായിരിക്കും. ഏതാ ശരി? അപ്പോൾ പറഞ്ഞ് വില്ലുമംഗലം ഒന്ന് ശ്രദ്ധിക്കണം. എന്താണ് കാര്യം? എന്നെക്കൊണ്ട് അവൻ്റെ പ്രാരാബ്ദം മാറ്റും പറ്റൂല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നാമത്തിന് അതിനുള്ള കഴിവുണ്ട്. അച്യുതാനന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞല്ലേ ആഹാരം ഉരുട്ടിയതും കഴിച്ചതും. നാമം ചെയ്യുന്നത് നാമിയേക്കാളും കൂടുതൽ പവർ, ശക്തി നാമത്തിനുണ്ട് എന്ന് തെളിയിച്ചു തന്ന കുറൂരമ്മയുടെയും വില്ലുമംഗലത്തിൻ്റെയും പാദങ്ങളിൽ നമിച്ചുകൊണ്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമ്മൾ ഈ യുഗത്തിൽ വില്ലുമംഗലം, ചൈതന്യ മഹാപ്രഭു, കുറൂരമ്മ, സാമൂതിരിപ്പാട് ഇങ്ങനെയുള്ള എല്ലാ മഹാത്മകളെയും കൂടെ ഒരുമിച്ചാണ് അഭേദാനന്ദ ഗുരുനാഥനിൽ ദർശിച്ചിട്ടുള്ളത്. ഒരു അദ്ദേഹത്തിൻ്റെ ഗുരുകടാശം പരിപൂർണം.